ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ എക്സ്പ്രസ് ഹൈവേ പനവേലി എത്തുന്നതിന് മുന്നുള്ള പാർക്കിങ്ങിലാണ്. ഇവിടെ ഒരുപാട് വണ്ടികൾ പാർക്കിങ്ങിൽ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ 25 മണിക്കൂറിന് 180 രൂപയാണ് നമ്മോട് പറഞ്ഞത്. അതുപോലെ ഡ്രൈവർക്ക് കിടക്കാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി നല്ല അത്യാവശ്യം നല്ല ഫാനൊക്കെ ഉണ്ട്, സൗകര്യമുണ്ട് റെസ്റ്റ് എടുക്കാനൊക്കെ. അതുപോലെ റൂമുണ്ട്, അതുപോലെ ഹാളുണ്ട്. നല്ല തണുപ്പുണ്ട് അവിടെ. ബിൽഡിങ്ങാണ്, നല്ല ബിൽഡിങ്ങാണ്. പിന്നുള്ളത് അവിടെ ബാത്റൂം സൗകര്യങ്ങൾ ഫെസിലിറ്റിയൊക്കെ നല്ല അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട് അവിടെ. നല്ല ബാത്റൂമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെറുതെ കടന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് വണ്ടികളുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പാർക്കിങ്ങിൽ വന്നത്. ഞാൻ പരമാവധി വാശിയിലാണ് പോവാറ്. ഒരുപാട് വണ്ടികളുണ്ട്. വേറെ കള്ളന്മാരെ ശല്യങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. എന്നാലും ബോംബെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുള്ള സ്ഥലമാണ് കള്ളന്മാരുടെ. ഇവിടെ സായി ധാബ, നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട്. ഇത് എയർപോർട്ട് വാഹനമല്ലടാ, അത് മുകളിലേക്ക് കയറണ അത് ഏതോ കൊണ്ടിട്ടാണ് അവിടെ. ഇവിടെയാണ് ധാബയുള്ളത്. ജസ്റ്റ് ഒന്ന് നമ്മൾ പിന്നെ ഒരു പാർക്കിങ്ങിൽ വന്നപ്പോൾ സൗകര്യങ്ങൾ കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തണ്ട. അതിൽ പ്രത്യേകിച്ച് നമുക്കാർക്കും പഠിക്കാനോ കാര്യങ്ങളായിട്ട് വീഡിയോ എടുത്തല്ല. ജസ്റ്റ് നമ്മളിത് കണ്ടപ്പോൾ നല്ല ഫുഡ് കിട്ടണ ധാബ, നല്ല റൊട്ടിയും നല്ല കറികളൊക്കെ കിട്ടണ ധാബ. 24 മണിക്കൂർ ഇതിനോട് 24 ഹെൽത്ത് എല്ലാ സൗകര്യങ്ങളുണ്ട് ഇവിടെ. ലൈവ് ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ലൈവ് ഫുഡ് എല്ലാ സൗകര്യമുണ്ട്. വെള്ളം, കുടിവെള്ളം, ഫിൽറ്റർ വെള്ളമാണ്. നമ്മുടെ വണ്ടി അവിടെ പാർക്കിങ്ങിൽ കിടക്കാം. നമ്മൾ പാർക്കിങ്ങിലേക്ക് പോകണം. അവിടെ വേറെ പൈസ വാശി വെച്ച് പാർക്കിങ്ങിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ പൈസ കുറവാണെന്ന് പറഞ്ഞാണ് ഇവിടെ പാർക്കിങ്ങിൽ കയറ്റിയത്. അല്ലെങ്കിൽ വാശി മാർക്കറ്റിൽ കൊണ്ടിടാറ് നമ്മൾ അവിടെ കൊടുക്കത്ത പൈസ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. നല്ല വെയിലാണ്. കാലത്ത് തന്നെ 10 മണി 9 മണി കഴിഞ്ഞിട്ടുള്ളൂ, 10 മണി ആവണുള്ളൂ. നല്ല വെയിലാണ്. ഇവിടെ ഒരുപാട് എയർപോർട്ടിൽ ഉപയോഗിക്കുന്ന വണ്ടികളൊക്കെ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ചോദിക്കാനായിട്ട് ആരും കാണാനുമില്ല. വലിയ പാർക്കിങ്ങാടാ. അത്യാവശ്യം ഒരു 10, 300, 400 വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കിങ്ങാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് അറ്റത്തേക്ക് പോകാണ്ട് കുറേ 300 വണ്ടികളൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ തോന്നുന്നു. ട്രെയിലർ ഇതേപോലത്തെ വലിയ വണ്ടികളാണ്. ഓൾവേടെ വീലൊക്കെ ഉണ്ട്. ഇതിൻ്റെ എല്ലാ വീലും പൊക്കാൻ പറ്റും. ഉണ്ടാവും ഹൈഡ്രോളിക് സിസ്റ്റമാണ്. ഈ വീലുകളൊക്കെ പൊക്കി വയ്ക്കാൻ പറ്റും. ഇതൊക്കെ തിരിയും, റൊട്ടേറ്റ് ആവണ വേണ്ട. ബാക്ക് വീലൊക്കെ ആ വണ്ടി തിരിയുന്നതനുസരിച്ച് തിരിയും. ആ വീലുകളൊക്കെ എല്ലാ വീലും തിരിയും. സാധാരണ ട്രെയിലർ പോലെയല്ല, അതിൻ്റെ എല്ലാ വീലും കണ്ട അതനുസരിച്ച് തിരിയും. യഥാർത്ഥ ട്രെയിലർ നമ്മുടെ വണ്ടി ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കാലത്ത് തന്നെ എന്തെങ്കിലും കഴിക്കാനുള്ള പരിപാടി നോക്കട്ടെ. മറ്റൊരു വീഡിയോയിൽ കാണാം. അവിടെ വണ്ടികൾ തട്ടിയിട്ട് കുന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് വണ്ടികൾ ഈ കണ്ടാല ചുരത്തിലേ. പിന്നെ സൈഡിൽ അതിൻ്റെ വണ്ടികളുടെ അപ്പുറത്തൊക്കെ കിടക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, നല്ലൊരു ചൂട്. കാലത്തിന് ഉറങ്ങാനുള്ള പരിപാടിയാണ്. ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങട്ടെ. ഓക്കെ, ബൈ. മറ്റൊരു വീഡിയോ കാണാം. ടാറ്റാ, ബൈ.